ഈ മുഹറം മാസം പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറം മാസം. പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ സാന്ത്വനം ലഭിച്ച മാസം കൂടിയാണ് പരിശുദ്ധമായ മുഹറത്തിന്റെ പുലരി എന്ന് നാം മനസ്സിലാക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവന്റെ പ്രയാസത്തിലേക്ക് നാം നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ചെറുതാണല്ലോ പരീക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനിക്കാമല്ലോ, നമ്മുടെ മനസ്സിന് സാന്ത്വനം നമുക്ക് കണ്ടെത്താമല്ലോ. അതുകൊണ്ട് ഉയർന്നതിലേക്ക് നോക്കാതെ താഴ്ന്നതിലേക്ക് നമ്മൾ നോക്കി നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷപൂരിതമാക്കുക. അതിന് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തരട്ടെ, കേട്ടോ. വളരെ അടുപ്പമുള്ള ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുക. പരിഹാരമില്ലാത്തൊരു പ്രയാസത്തിൽ, അതായത് കടം കൊണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്നിങ്ങനെ നിങ്ങൾ വിഷമിക്കുമ്പോൾ തിമിംഗലത്തിന്റെ വയറ്റിൽ കുടങ്ങിയ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുക. ആരെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ വ്യഭിചാര കുറ്റാരോപണം പോലെയുള്ള കെണികളിൽ നിങ്ങളെ പെടുത്തി അപമാനിക്കുകയും ശ്രമിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, കാരണങ്ങളില്ലാതെ അപമാനിക്കപ്പെട്ട ഒരു നഗരം മുഴുവനും ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ട ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ, ഇണയായ, നമ്മുടെയൊക്കെ ഉമ്മയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ കഠിനമായ വേദനയിലാണെങ്കിൽ, രോഗം പോലുള്ള വിഷയങ്ങളിൽ കഠിനമായ വേദനയിലാണെങ്കിൽ, നിങ്ങൾ മഹാനായ, നിങ്ങളെക്കാൾ എല്ലാം, നമ്മേക്കാൾ എല്ലാം വേദന സഹിച്ച, രോഗം മൂലം വേദന സഹിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുക. ഒരു സമൂഹം മുഴുവൻ നമ്മെ എതിർക്കുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ എക്കാലത്തെയും മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുക. ഈ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാം? പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ്. അത് അവന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണ്. നാളെ ആഖിറം കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഈ ഒരു പുലരി, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ചെയ്ത പാപങ്ങളെല്ലാം ഇസ്തിഗ്ഫാറിലായി നമ്മൾ കഴുകിക്കളയുക, തൗബയിലായി കഴുകിക്കളയുക. അങ്ങനെ പുതിയൊരു ജീവിതം നാം നയിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.